സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മൾ ആ സമയമത്തോട് അടുത്തു വരികയാണെന്ന് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മൾ ഓർപ്പിക്കാൻ കാര്യം, ജീവിതകാലം മുഴുവനും നമ്മൾ ഈ ഒരു ചിന്ത ഓരോ വർഷവും ഉള്ളിൽ കൊണ്ടു നടന്നവരാണ്. കൂടുതലായിട്ട് നമ്മൾ ഇന്ന് 33-ാമത്തെ ആഴ്ചയിലാണ് നമ്മൾ ആഗോള സഭ. ഇന്ന് അടുത്ത ഞായറാഴ്ചയാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നൊരു കാര്യം, രാജാതിരാജനായ യേശു ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതാണ്, നമ്മുടെ വിശ്വാസം ഇതായിരിക്കണം. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയവും കുറ്റബോധവും ആന്തരിക മുറിവുകളും സാത്താൻ നമ്മളെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുറ്റബോധം, നമ്മൾ കുറവുള്ളവരാണ്, നമ്മൾ പാപം ചെയ്തവരാണ്, നമ്മൾ ദൈവം ഒരിക്കലും സ്വീകരിക്കില്ല. യൂദാസിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത കൊടുത്തുകൊണ്ടാണ് അവൻ പോയി ആത്മഹത്യ ചെയ്തത്. ഒരു രക്ഷയില്ല എന്നാണ് അവൻ വിചാരിച്ചത്. ആ ഒരു ചിന്തയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഒരിക്കലും നന്മയുടെ ചിന്ത ഉള്ളിൽ വരില്ല. ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യരെ സാത്താൻ ഈ ഗിൽറ്റി ഫീലിംഗ്, കുറ്റബോധം, ഞാനൊരിക്കലും ശരിയാകില്ല, ദുശീലങ്ങളും തഴക്കദോഷങ്ങളും ബന്ധനങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ദൈവം അവരെ കൈവിട്ടെന്നും ദൈവം അവരെ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നും അവരുടെ ജീവിതം ഇങ്ങനെ നാശത്തിലേക്ക് ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, ദൈവം എന്നെ സ്വീകരിക്കില്ല എന്നുള്ള ഒരു തെറ്റായ ചിന്ത, ഒരു ഗിൽറ്റി ഫീലിംഗ് സാത്താൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് യൂദാസിന് സംഭവിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, പത്രോസും യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷെ പത്രോസ് നമുക്കറിയാം പൊട്ടിക്കരഞ്ഞ്, ഉള്ളൊരുകി കരഞ്ഞ്, എന്താണ് ആ സ്നേഹത്തോടെ എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നോർത്ത് ഹൃദയം നുറുങ്ങി കരഞ്ഞു. ആ കരച്ചിലൂടെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വന്ന് നമുക്കറിയാം. യൂദാസിനും അതിനുള്ള അവസരമുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയം സാത്താൻ, യോഹന്നാൻ 13 പറയുന്നുണ്ട്, അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ യൂദാസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഇവിടെയൊക്കെ ചിന്തിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ലോകത്തിൽ അനേകം വിശുദ്ധ കുർബാന അധിക്ഷേപിക്കാനും ബ്ലാക്ക് മാസ് ഒക്കെ നടത്തുന്ന ആ ഒരു മേഖലയെക്കുറിച്ച്. അപ്പം ശരിക്കും പിശാചിനെ നല്ലതായിട്ട് അറിയാം. വിശുദ്ധ കുർബാന യേശുവിൻ്റെ ജീവിക്കുന്ന, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയിൽ. ആ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചതാണ് യൂദാസിന് പറ്റിയ അബദ്ധം. പൗലോസ്ലീഹ നമ്മളെ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11 കർത്താവിൻ്റെ മേശയിൽ നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. നിങ്ങളുടെ ശരീരത്തെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമ്മൾ വിവേചിക്കുവിൻ. അനുതാപമില്ലാതെ പാപത്തോടുകൂടി പോയി നമ്മൾ വിശുദ്ധ കുർബാന അവനെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭരിക്കുന്ന സാത്താന ശക്തികളുണ്ട്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പം അനുതാപമില്ലാതെ മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് ആദ്യം ഉള്ളിലാണ് ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളാണ്. ഗലാത്യർ 5:19 തൊട്ട് പറയുന്നുണ്ടല്ലോ, ജഡത്തിൻ്റെ വ്യാപാരം. എന്നാൽ ഇപ്രകാരം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ ദൈവരാജ്യം ഒരിക്കലും അവകാശപ്പെടുത്തുകയില്ല എന്ന് മുൻപ് പറഞ്ഞ താക്കീത് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത് അവിടെ. അപ്പോൾ ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ അടിമത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ദുരാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നുണ്ട്. ആ ദുരാത്മാവിൻ്റെ അടിമത്തത്തിലാണ് നമ്മൾ. അപ്പം നമ്മൾ ആ ദുരാത്മാവിനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ, യൂദാസിൻ്റെ ഉള്ളിൽ പണത്തിനു വേണ്ടിയുള്ള ആർത്തിയും യേശുവിനോട് സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വേറൊരു രീതിയിലായിരുന്നു. അവൻ്റെ അത്ഭുത ശക്തിയിലും അവന് തെറ്റായ ധാരണയാണ്. യേശുവിനോട് വൈരാഗ്യമൊന്നുമില്ല, പക്ഷേ പണത്തിന് 1-ാം സ്ഥാനം കൊടുത്തു. പണത്തെ സ്നേഹിച്ചുകൊണ്ടാണ് യേശുവിനെ ഒറ്റ കൊടുത്താലും. ഇന്ന് അനേകർ എങ്ങനെയാണല്ലോ, പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ആ ഒരു ലാഘവത്തോടെയാണ് ഈ പണക്കൊതിയനായ യൂദാസ് അതിൽ വീണ് പലപ്പോഴും മോഷ്ടിച്ചിരുന്നതെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൂടെ നടന്ന കാര്യസ്ഥനാണ്, പണസഞ്ചി സൂക്ഷിച്ചിരുന്നത്, അവൻ അതിൽ വീഴുന്നതിന് പലപ്പോഴും മോഷ്ടിച്ചിരുന്നു. യേശു അറിഞ്ഞിരുന്നു, പക്ഷേ
അതാണ് കർത്താവിൻ്റെ സ്വഭാവം. ഒരിക്കൽ പോലും ചോദിച്ചില്ലടാ ഇന്നലെ കണക്ക് കിട്ടിയ കാശത്രേ കണക്കെത്താൻ ചോദിച്ചിട്ടില്ല. കർത്താവിൻ്റെ ഹൃദയം കരുണാമയമായത് എപ്പോഴും അവൻ ഇന്നലെ എപ്പോഴെങ്കിലും. യേശു ഈ യൂദാസിനെ തൻ്റെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബൈബിളിൽ നോക്കിയാൽ 7 തവണ ഓർമ്മപ്പെടുത്തി താൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു പാതകമാണ്, തെറ്റാണ്, നിങ്ങളിൽ ഒരുവൻ പിശാചാണെന്ന് വരെ ഒരിക്കൽ പറഞ്ഞു. ഞാൻ നിങ്ങൾ 12 പേരെയല്ലേ തിരഞ്ഞെടുത്ത്, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ഇത് യേശുവിൻ്റെ ഈ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന പെസഹ രാത്രിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് യേശു ഈ യൂദാസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. താനത് ചെയ്യും, അവൻ ഒറ്റിക്കൊടുക്കും. പക്ഷേ അവന് അനുതാപം, എൻ്റെ കർത്താവ് എന്നാൽ എന്നോട് പറഞ്ഞിരുന്നല്ലോ എന്നോർത്ത് അനുതാപത്തിൻ്റെ. പത്രോസിനെ യേശു സ്നേഹത്തോടെ ഒന്ന് നോക്കി. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3-ാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് യേശു ആ വഴി കടന്നു പോകുമ്പോൾ അവൻ്റെ കൈകളൊക്കെ കൈ ബന്ധിക്കപ്പെട്ടുകൊണ്ട് കുരിശുമരണത്തിനായി യേശുവിനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ യേശു സ്നേഹത്തോടെ പത്രോസിനെ നല്ല കണ്ണിലേക്ക് ഉറപ്പിച്ച് നോക്കി. എന്തായിരുന്നു? കുഞ്ഞെ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, നീ എന്നെ ഇന്ന് രാത്രി തന്നെ 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ ഓർമ്മ വന്നപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു അനുതാപത്തോടെ. യൂദാസിന് ആ ഒരു അനുതാപത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മ സാന്നിധ്യം ഉള്ളിൽ. കാരണം എന്താ? ഉള്ളിലുണ്ടായിരുന്ന ഈ പണക്കൊതിയും പിന്നെ അതെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ യോഹന്നാൻ 13 പറഞ്ഞ ഈ അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് മൂലമാണ് പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 11 പൗലോസ് പറയുന്ന പോലെ നിങ്ങൾ അയോഗ്യതയോടെ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്ടാരൂപിയെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ യൂദാസ് ചെയ്ത അതേ പ്രവൃത്തിയാണ് നമ്മൾ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടാരൂപിയുടെ കയ്യിലേക്ക് യേശുവിനെ നമ്മൾ ഒറ്റിക്കൊടുക്കുകയാണ്. നമ്മൾ യൂദാസ് അവനെ ചുംബിച്ചു കവളിൽ, നമ്മൾ അവനെ നാവിൽ സ്വീകരിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് നുണഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ പൈശാചികതയുടെ കയ്യിലേക്ക് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇന്ന് മരിച്ചുപോയത്. യൂദാസ് മരിച്ചുപോയതുപോലെ അതുകൊണ്ടാണ് നിങ്ങളിൽ പലർക്കും ഇന്ന് വിശ്വാസമില്ലാത്ത, നിങ്ങൾ പലരും രോഗികളായിരിക്കുന്നൊക്കെ പൗലോസിനെ ഓർപ്പിക്കുന്നുണ്ട്. ഇത് വലിയ നമ്മൾ ചിന്തിക്കേണ്ട പറയുള്ളത്. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ, ഞാൻ പറയും, ജീവനുള്ള യേശുവിൻ്റെ ആത്മീയതയും ദൈവികത്വമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് വിശുദ്ധ കുർബാന. നമുക്ക് ഈ കൂട്ടായ്മയ്ക്ക് നല്ല ബോധ്യമാണ്, ഒരു സംശയമില്ല, അണുവിയുടെ സംശയമില്ലാതെ. എത്രയോ വലിയ കാര്യങ്ങളാണ് നമ്മൾ അവൻ്റെ ദിവ്യകാരുണ്യ സ്ഥാനത്ത് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളത്. നല്ല ബോധ്യമാണ്. നമ്മൾ ഈ ദിവസം പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച കർത്താവിൻ്റെ രാജ്യത്ത് അതിനോട് അവൻ രാജാതിരാജനായിട്ട് വരും എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവനിങ്ങനെ രാജാവായിട്ട് വന്ന എനിക്കെന്തല്ല, ഇങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്. അവൻ എന്നെ സ്വന്തമാക്കിയതാണ്. നമ്മളുടെ ചിന്ത ഇതാണ്. അതായത് എൻ്റെ പൗലോസ് പറയുന്നുള്ളൂ, 1 കൊരിന്ത്യർ 6 പറയുന്നുണ്ടല്ലോ, ഒരു നല്ല, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് ആ കാര്യം അല്ലേ. പൗലോസ് പറഞ്ഞൊരു സംഭവം ഇതാണ്, നിങ്ങളുടെ സ്വന്തമല്ല. 1 കൊരിന്ത്യർ 6:19 പറയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. വീണ്ടും പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളുടെ കുറ്റബോധവും നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളും നമ്മുടെ ശാപങ്ങളും തഴക്കദോഷങ്ങളും നമ്മൾ ശരിയാകില്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിന്തകളുണ്ടല്ലോ. എന്നോർത്ത് നോക്കുകയും, നമ്മളൊരു വീട് മേടിക്കുമ്പോൾ ആ വീട് മൊത്തത്തിലാണ് മേടിക്കുന്നത്, അതിലുള്ള സാധനങ്ങളെല്ലാം കൂടെ മേടിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പണിതിരിക്കുന്ന കല്ലും മണ്ണും ടൈലും റൂഫും എല്ലാം കൂടെ മേടിക്കുന്നത്, അല്ല കഷ്ണമായിട്ടല്ല. അപ്പൊ എന്നെയും നിങ്ങളെ യേശു സ്വന്തമാക്കിയപ്പോൾ അവൻ നമ്മുടെ പാപങ്ങളും കൂടിയാണ് മേടിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ നമ്മുടെ മേലുള്ള സകല ശാപങ്ങളും, നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയോട് കടന്നു വന്നിരിക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങളും ശാപങ്ങളും പാപങ്ങളും കടങ്ങളും കടബാധ്യതകളും തഴക്കദോഷങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളും നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആകുലും നമ്മുടെ മക്കൾ ചെയ്തു കൂടുന്ന കാര്യങ്ങളും ഇതെല്ലാം കൂടിയാണ് യേശു വിലയ്ക്ക് വാങ്ങിയത്. അവൻ മൊത്തമായിട്ടാണ് വിലയ്ക്ക് വാങ്ങിയത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആ പ്രശ്നത്തെ ഓർത്ത് ഇതെന്റെ പ്രശ്നമാണല്ലോ,
ഇതെൻ്റെ പ്രശ്നമാണല്ലോ, ഞാൻ എങ്ങനെ ഇതിൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ അവൻ്റെ സ്വന്തമാണ്. ആമേൻ, ഹല്ലേലൂയ. അവനാണ് നമ്മുടെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ നമുക്കല്ല, അവനാണ്. നമ്മുടെ പാപത്തിൻ്റെ, നമ്മളുടെ നിത്യനാശത്തിലേക്ക് പോകാനാണ് നമ്മൾ ചെയ്തു കൂട്ടിയ സകല കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്വം ഇപ്പോൾ യേശുവിനാണ്. അതുകൊണ്ടാണ് യോഹന്നാനിൽ പറഞ്ഞത്, അവൻ വന്നത് സാത്താന്റെ പ്രവർത്തികളെ ഇല്ലാതാക്കാനാണ്. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് എന്തിനാ? നമ്മളെ അടിമകളായിട്ട് ഭരിക്കാനുള്ള. പിന്നെയോ നമ്മളെ സാത്താൻ വരുത്തി വെച്ച സകല കുഴപ്പങ്ങളും ഇല്ലാതാക്കാൻ, നമ്മളെ സ്വതന്ത്രരാക്കാൻ, നമ്മളെ ദൈവമക്കളാക്കാൻ വേണ്ടിയാണ് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. അല്ലേ? ചിലരൊക്കെ ഈ പഴയ വണ്ടിയൊക്കെ മേടിച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് വലിയ വിലയ്ക്ക് വിൽക്കുന്നുണ്ടല്ലേ. ചില വണ്ടികളൊക്കെ പഴയത് കിട്ടാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ റീകോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഇന്ന് കാർ ഡീലർഷിപ്പിൽ നിന്നൊക്കെ കിട്ടുന്നില്ല, എത്രയോ ഇമെയിലൊക്കെ വന്നുകൊണ്ടിരിക്കും, നിങ്ങളുടെ കാറിന് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ, ഇതിപ്പോൾ അനേകർ അന്വേഷിക്കുന്നതാണ് ഈ കാറ്, അതുകൊണ്ട് ഇപ്പോൾ തന്നോ നിങ്ങൾ അടയ്ക്കാനുള്ള ലോണെല്ലാം ഞാൻ ചെയ്തു പ്രാവശ്യം ഇല്ല, ലോണെല്ലാം ഞങ്ങൾ അടച്ചു തീർത്തോളാം. ഡീലർഷിപ്പ് പറഞ്ഞു നമ്മുടെ കടബാധ്യതയൊന്നുമില്ല, മൊത്തം കൊടുത്തിട്ട് വേറെ വണ്ടി നോക്കി മേടിക്കാൻ വേണമെങ്കിൽ. ഞാനീ പറയുന്നത്, യേശു നമ്മളുടെ ബാധ്യതകളും കടങ്ങളും പാപങ്ങളും രോഗങ്ങളും നമ്മളുടെ ജീവിതത്തിലുള്ള നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളും എല്ലാം യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. അവനത് കാൽവരിയിൽ ഒരിക്കൽ മാത്രം. അടുത്ത ആഴ്ച ക്രിസ്തുരാജ തിരുനാൾ ഓർക്കുമ്പോൾ അവനെ നമ്മളുടെ ഹൃദയത്തിൽ നാം അവന്റെ സ്വന്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സാത്താന്റെ അടിമകളായിരുന്നു. പാപം നമ്മളെ കൊണ്ട് ചെയ്യിച്ച വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യങ്ങളും അല്ലേ. ഇന്ന് നമുക്കറിയാം നമ്മളിലുള്ള ചില മനോഭാവങ്ങൾ എന്താണത്? നമ്മുടേതെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളിലുള്ളത് അല്ലേ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരാൾ വിളിച്ചിട്ട്, ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ഭയങ്കര, അല്ലെങ്കിൽ ആ കുടുംബം വിളിച്ചിട്ട് മുൻകോപത്തിന് എപ്പോഴും എടുത്തിയാട്ടവും ബഹളവും ആകപ്പാടെ സർവത്ര ഫ്യൂരീസ് ആകുകയാണ്. എപ്പോഴും ഉപദ്രവിക്കുന്നു, ബഹളം വയ്ക്കുന്നു, ചീത്ത പറയുന്നു. അവനിടയ്ക്ക് വിളിച്ച് പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴാണ് ഞാനിങ്ങനെ ജമ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചെറുപ്പക്കാരനാണ്. പലപ്പോഴും പറയാറുണ്ട്, യേശുവിന് കൊടുക്കണം, ഞാൻ ഇതെൻ്റേതല്ല, എൻ്റെ മേൽ വന്നതെല്ലാം നീ വിലയ്ക്ക് വാങ്ങിയ കർത്താവേ. ഇത് കാൽവരിയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രവചനം ഇല്ലേ, യെശയ്യായുടെ 53 പറയുന്നുണ്ടല്ലോ. അവൻ നമുക്ക് വേണ്ടി, അവൻ നമ്മളുടെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ നമുക്ക് വരാനിരുന്ന സകല ശാപങ്ങളും ശിക്ഷകളും യേശു നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ വന്നപ്പോൾ അവന്റെ ശരീരത്തിലേറ്റ ഓരോ അടികളും നമുക്ക് കിട്ടാനുള്ളതാണ് അവനെടുത്തത്. യെശയ്യാ 52 ഇങ്ങനെ പറയുന്നുണ്ട്, 14, അവനെ കണ്ടവർ അമ്പരന്ന് പോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അടിച്ച് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തപ്പോൾ അവനേറ്റ അടികളാൽ അവന്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാതായി. നമ്മുടെ പാപത്തിന് സ്വന്തമായി വിലയ്ക്ക് വാങ്ങിയപ്പോൾ അവന് കൊടുത്ത വിലയതാണ്. അവന്റെ ശരീരവും അവന്റെ ജീവിതം മുഴുവനും പിശാചിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തു. ഇന്നുള്ള രോഗങ്ങളും എന്തുമാട്ടെ, ക്യാൻസറോ, നമുക്ക് പേര് പറയാൻ പറയാത്ത രോഗങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോഴും. പറയണ മുള്ളിന്, ഈശോയെ നീ എന്നെ സ്വന്തമാക്കിയപ്പോൾ, അല്ലെ ഞാൻ മാമോദിസ ചെയ്തപ്പോൾ, പണ്ടേ നീ എന്നെ കണ്ടുകൊണ്ട് എനിക്ക് വരാനുള്ള സകല ദോഷങ്ങളും ദുരിതങ്ങളും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ഒക്കെ ഉള്ളതല്ല നീ സ്വന്തമാക്കിയാണ്. അത് എൻ്റേതല്ല. അപ്പോൾ അത് നിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ നീ അതിനു അധികാരമുള്ളവനാണ്. എനിക്ക് ബലമില്ല, കഴിവില്ല എന്നറിഞ്ഞുകൊണ്ടാണ് നീ അത് വിലയ്ക്ക് വാങ്ങിയത്. നിനക്കത് ചെയ്യാൻ പറ്റും. ഇതാണ് വിശ്വാസം. ഇത് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ അവസാനത്തെ ആഴ്ചയിൽ വന്ന് നിൽക്കുമ്പോൾ പോലും, ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഇനിയും അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡിസംബറിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമ്മൾ ആഗമനകാലവും നമ്മൾ ഈ ഒരു വർഷം വീണ്ടും ഒന്നുകൂടെ പോകാൻ പോവാണ്. അത് ആവർത്തിക്കരുത്. എത്രയോ വർഷമായി നമ്മളിങ്ങനെ ആവർത്തിക്കുന്ന, അറിവില്ലാതെ ആയിരിക്കാം. ഈ വർഷം നമ്മൾ വളരെ ബോധ്യത്തോടെ അതേക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയും കടന്നു പോകുമ്പോൾ അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള, സത്യമായും അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള, അവൻ നമ്മളെ നോക്കുമ്പോൾ, മകനെ മകളെ നീ എൻ്റേതാണ്, ഞാൻ പണ്ടേ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്, നീ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ആ ഒരു സ്വരം കേൾക്കാനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, നമ്മൾ അവൻ്റേതാണെന്ന്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ ചെയ്തതെല്ലാം
അവനത് ഏറ്റെടുത്തു കഴിഞ്ഞു. അവനതിനു വേണ്ടി ശിക്ഷ അനുഭവിച്ചു. യെശയ്യാ പറഞ്ഞതുപോലെ ശ്രദ്ധാർഹമായ യെശയ്യാ 53 2 പറയണം, ശ്രദ്ധാർഹമായ രൂപഭംഗിയോ. അല്ല, യേശുവിൻ്റെ ചിത്രം കണ്ടാൽ എത്ര മനോഹരമാണല്ലോ. യേശുവിൻ്റെ പടമൊക്കെ വരച്ചു വെച്ച് കണ്ടാൽ അതൊന്നും ഇല്ല. അവനെ കണ്ടവര് വീണ്ടും പറയുകയാണ്, യേശു നമ്മളെ സാധാരണ ഒരു മനുഷ്യനെ പോലെ, വലിയ സൗന്ദര്യമൊന്നും ഇല്ലായിരുന്നു. ആകർഷകമായ ഒരാൾ കണ്ടാലല്ലേ ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് അവനെ കണ്ടാൽ അതൊന്നും യേശുവിന്. യേശുവിനെ കണ്ടപ്പോൾ ആരും അവനെ കണ്ടാൽ ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീരമായ ആകർഷമോ സൗന്ദര്യമോ അവന് ഉണ്ടായിരുന്നില്ല. അറിയണം, അവനെ കണ്ടാൽ ആരും ആകർഷിക്കപ്പെടും. അവൻ്റെ പുറകെ പോകാൻ തക്കവണ്ണമുള്ള സൗന്ദര്യമൊന്നും അവനില്ലായിരുന്നു. കാരണം അവൻ ബലിയാടായി തീരാൻ വന്നവനാണ്. അവന് ഉണ്ടായിരുന്ന സൗന്ദര്യം, അവൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യം, അത് ഭയങ്കരമായിരുന്നു. നമ്മളതാണ് സുന്ദരനാം യഹോവ എന്നൊക്കെ വിളിക്കും. സുന്ദരനാം യേശു, അവൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യം അതാർക്കും വർണ്ണിക്കാൻ പറ്റാത്തതായിരുന്നു. ആ ഒരു സൗന്ദര്യത്തിലാണ് അവൻ വാനമേഘങ്ങൾ ഇനി വരാൻ പോകുന്നത്. ഇത് കാണാൻ പറയില്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ അവൻ്റെ രൂപം ധരിക്കേണ്ടവരാണ്, അവനെ പോലെ ഈ ഭൂമിയിൽ. കാരണം അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. അവന്റെ ആത്മാവിനെ നമ്മുടെ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ശരീരം മരിച്ച മണ്ണായി ആത്മാവായ നിത്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആത്മീയ ശരീരം തരും. നമ്മളെ കണ്ടാൽ അവനെ പോലെ ഇരിക്കും. പലപ്പോഴും ചിന്തിച്ചാണ് യോഹന്നാൻ 1 യോഹന്നാൻ 3 പറഞ്ഞിട്ടുണ്ട്, അവന്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും അവനെ പോലെ ആകും. അവനെ പോലെ. കാരണം പിതാവ് നമ്മളെ കാണുമ്പോൾ അവനെ പോലെ ഇരിക്കണം, എന്നാലേ നമ്മളെ മക്കളെ എന്ന് വിളിക്കുകയുള്ളൂ. നമ്മൾ പണ്ട് ചിന്തിച്ചാണ് ഈ യാക്കോബിന്റെ അമ്മ എന്താ ചെയ്തത്? ഈ ഏസാവായിരുന്ന മൂത്തവന് അനുഗ്രഹം പ്രാപിക്കാൻ യേശുക്രിസ്തുവിന്റെ ഒരു രൂപം അതിവിടെ കാണാം. പക്ഷെ ഏസാവിനെ അനുഗ്രഹിക്കാനായിട്ടാണ് അപ്പനായ ഇസ്ഹാക്ക് കാത്തിരുന്നത്. അപ്പന് വലിയ കാര്യമായിരുന്നു ഏസാവിനോട്. സ്വർഗത്തിലെ പിതാവിന് ഇഷ്ടമുള്ളവനായി നമ്മൾ മാറാനായിട്ട് അന്ന് യാക്കോബിന് ഇളയവനായ അവന് മൂത്തവന് കുഴപ്പമൊക്കെ അവൻ്റെ ഇളയവനായ യാക്കോബിനെ അമ്മ ജ്യേഷ്ഠനെ പോലെ ജ്യേഷ്ഠന്റെ വസ്ത്രം അമ്മ ധരിപ്പിച്ചു. അപ്പൻ കണ്ണു കാണാൻ പോയില്ല. അപ്പം മണത്ത് നോക്കുമ്പോൾ വിയർപ്പിന്റെ മണമുണ്ടത് മൂത്തവനാണ് അങ്ങനെ അറിയുന്നു. എന്നാൽ ദൈവഹിതം അങ്ങനെയായിരുന്നു. അമ്മയ്ക്ക് ആഗ്രഹം അതായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടം ഈ യാക്കോബിനെ ആയിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ വംശാവലി, യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻ ഫാദറായിട്ട് വരാനുള്ളവനാണ്. അപ്പം അതിനുള്ള യോഗ്യത അത് യാക്കോബിനായിരുന്നതുകൊണ്ട് ഇത് ഏസാവ് ചില കുഴപ്പം കാണിച്ചു. അവനും പായസത്തിന് വേണ്ടിയിട്ട് ആർക്ക് വേണം ഈ സ്ഥാനം, ഈ ജ്യേഷ്ഠാവകാശ സ്ഥാനം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇന്ന് ആർക്ക് വേണം ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് എന്താ കാര്യം പറയുന്നത്? ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ഈ ലോകത്തിൻ്റെ ജഡിക സുഖങ്ങൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചില്ല പിന്നെ എന്താ ജീവിതം എന്ന് പറഞ്ഞ പോലെ അവൻ ചോദിച്ചു, ഈ പായസം ഇത്ര മനോഹരമായ രുചിയുള്ള ഈ പായസം ഇവിടെ ഇരിക്കുമ്പോൾ ആർക്ക് വേണം ജ്യേഷ്ഠാവകാശ സ്ഥാനം? എടുത്തോളാൻ പറഞ്ഞു. യാക്കോബിനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശ സ്ഥാനം എനിക്ക് തരുവാണെങ്കിൽ എൻ്റെ പായസം തന്നേക്കാന്ന് പറഞ്ഞു. എന്നുള്ളവരെ, നമ്മളിന്ന് ഈ ലോകത്തിൽ ഒരു രീതിയിലെ മറ്റൊരു രീതിയിൽ സാത്താൻ്റെ പിന്നാലെ പോയി നമ്മൾ ഈ ദൈവമക്കൾ എന്നുള്ള സ്ഥാനമൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ വിറ്റിട്ടുണ്ടല്ലേ. പാപത്തിന്റെ ജഡിക സുഖങ്ങൾക്ക് പിന്നാലെ ഇതൊന്നും വലിയ കാര്യമില്ല, ഒന്ന് കുമ്പസാരിച്ചാൽ പോരെ. നമ്മൾ അവനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും, അറിഞ്ഞോ അറിയാതെയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞു, അതെല്ലാം കൂടിയാണ് അവൻ നമ്മളെ അറിഞ്ഞുകൊണ്ട് തന്നെ വിലയ്ക്ക് വാങ്ങി. നമ്മുടെ സകല കൊള്ളരുതായ്മകളും നിന്ദനവും അപമാനവും എല്ലാം അവനെ നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതവൻ്റെ സ്നേഹമാണ്. നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി, നമ്മളെ നമ്മുടെ മക്കളെയൊക്കെ. യെശയ്യാ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ കാരണം അവൻ നമ്മളെ ഇപ്പോഴല്ല, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയതാണ്. ഭൂമിയിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 2000 വർഷം മുമ്പ് അവൻ നമ്മളെ കണ്ടു. ഇന്നുള്ള നമ്മുടെ മക്കളെ അവരുടെ കുറവുകളെയും കണ്ടു. അതും വിലയ്ക്ക് വാങ്ങിയതാണ് അവൻ. അതിനു പകരമായി സാത്താന്റെ കയ്യിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങാനായിട്ട് അവൻ കൊടുത്ത വിലയാണ് തൻ്റെ ശരീരവും തൻ്റെ ജീവിതം. ഈ ഭൂമിയിലെ തൻ്റെ ശരീരം അവൻ വിട്ടുകൊടുത്തു പിശാചിന്റെ കയ്യിലേക്ക്. നമ്മുടെ മേൽ വരാനിരുന്ന സകല അടികളും പീഡനങ്ങളും സാത്താൻ നമ്മളെ പാപത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കാൻ സകലതും അവൻ ഏറ്റെടുത്തു. യേശുവിന്റെ ജനനത്തിന് 750 വർഷം മുമ്പ് നടന്ന പ്രവചനത്തിൽ യേശയ്യാ പ്രവചിച്ചതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുന്നു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മളുടെ
നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ആ കുരിശിലിരിക്കുന്ന തോളിലെ കുരിശുണ്ടല്ലോ, അത് നമ്മളുടെ ദുഃഖങ്ങളാണ്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമുക്ക് തെറ്റിപ്പോയി. അവനെന്തോ കുഴപ്പം ചെയ്താണ് അനേകർ കരുതി. എങ്ങനെയാണ്? നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. കാരണം എന്താ? അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. അവൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ടാണ്. സ്നേഹത്തോടെ നമ്മുടെ കുറവുകളോടുകൂടി അവൻ മൊത്തമായി വിലയ്ക്ക് വാങ്ങുകയാണ്. അവനൊരു പരിഹാരം ചെയ്തു. ദൈവപിതാവിൻ്റെ ഇഷ്ടമായിരുന്നു നമ്മളെ ദൈവമുമ്പിൽ നിർത്തുവാനായിട്ട്, നമ്മുടെ യേശുവിൻ്റെ രൂപം പിതാവിൻ്റെ മക്കളായി തീരാനായിട്ട്. നമുക്ക് നമ്മുടെ, അല്ലെങ്കിൽ യാക്കോബിൻ്റെ അമ്മ യാക്കോബിനെ മൂത്തവനായ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം മേടിക്കാൻ പോകുന്ന യാക്കോബിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു. കയ്യിൽ രോമം ഉണ്ടായിരുന്നുണ്ട്, ആട്ടിൻ രോമം കൊണ്ടൊരു തോലുറയൊക്കെ ഉണ്ടാക്കി. അപ്പനിങ്ങനെ കണ്ണ് കാണത്തില്ല, പിടിച്ചു നോക്കിയപ്പോൾ കയ്യിൽ രോമമൊക്കെ ഉണ്ട് ആട്ടിൻ്റെ. ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, ഞാൻ പറയും നമ്മുടെ പരിശുദ്ധ അമ്മയുണ്ടല്ലോ, പരിശുദ്ധ അമ്മയുടെ ജോലി അതാണ്. അവൻ്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടു നിർത്തുകയാണ്, യേശുവിൻ്റെ മുമ്പിലേക്ക്. നമ്മൾ ദൈവം അവൻ്റെ അരികിലേക്ക് ചെല്ലുവിന്. യാക്കോബിന്റെ അമ്മ യാക്കോബിനെ അനുഗ്രഹം മേടിക്കാനുള്ള യോഗ്യത അവന്റെ മൂത്തവന്റെ വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തു. അവന്റെ കയ്യിലെ തോലുണ്ടാകുന്ന നല്ലൊരു പാചകം ചെയ്ത ആട്ടിൻ കറി, നല്ല രുചിയുള്ള ആ അപ്പന് ആട്ടിൻ്റെ കാട്ടിൽ പോയി മാനിനെ വേട്ടയാടിക്കൊണ്ട് കറി ഉണ്ടാക്കി, ഇറച്ചിക്കറി കൊണ്ടുവരാൻ ഞാൻ നിന്നെ തിന്നിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അമ്മക്കറി അതിൻ്റെ രുചി അറിയാം അമ്മയ്ക്ക്. അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ആടിനെ അമ്മ അങ്ങോട്ട് യാക്കോബിനെയും കൊണ്ട് കൊല്ലിച്ചിട്ട് ആ ഏസാവ് ഉണ്ടാക്കുന്ന കറി പോലെ മനോഹരമായ രുചിയുള്ള ഒരു കറി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല സുഗന്ധമുള്ള ആ കറിയും കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം ഇന്ന് ദൈവമക്കളായി തീരാൻ നമ്മളെ ചെയ്തുകൊണ്ട് നമ്മളത് അറിയണം. ദൈവം ചെയ്ത കാര്യമാണ്. യാക്കോബിന്റെ അമ്മ യാക്കോബിനെ അപ്പനെ അനുഗ്രഹിച്ചു. പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ നിന്റെ സ്വരമൊക്കെ കേട്ടിട്ട് യാക്കോബിന്റെ പോലെ, പക്ഷെ നിന്റെ മണം ഏസാവിന് മൂത്തവന്റെയാണ്. നിന്റെ കയ്യിൽ രോമമൊക്കെ ഉണ്ട്. അതാ ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും. പ്രിയമുള്ളവരെ, പാപികളായ നമ്മളെ യേശു പരിശുദ്ധ അമ്മയോടുകൂടി ദൈവപിതാവിന്റെ മുമ്പ് നമ്മളെ നിത്യതയിൽ അടുത്ത രാജാതിരാജനായി എഴുന്നള്ളി വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നിർത്തുവാനായി നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ പാപികളാണ്, ബലഹീനരാണ്, അടിമകളാണ്, ഒന്നിനും കൊള്ളാതെ. പക്ഷേ നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മ, അത് യേശു നമ്മളുടെ പാപങ്ങൾ മുഴുവൻ ഞാൻ പറയും അമ്മയിലൂടെയാണ്. അല്ല, അമ്മ കാനായിലെ കല്യാണത്തിൽ ആ കുടുംബത്തിൽ പോയി അവൻ പറയുന്ന പോലെ ചെയ്യുക മതി, നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. അവൻ പറയും നിങ്ങളുടെ പ്രശ്നം മാറാൻ അവൻ പറയും ഡു വാട്ട് എവർ ഹി ടെൽസ് യു ടു ഡു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ വചനം അനുസരിക്കാനായിട്ട്. യോഹന്നാൻ സ്ലീഹ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്റെ ജനത്തിന്റെ അടുത്തേക്ക് വന്നു. യോഹന്നാൻ 1:12 പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മൾ അറിഞ്ഞു യെശയ്യായുടെ പ്രവചനം, അതായത് നമ്മുടെ സകല പാപങ്ങൾ എടുത്തു മാറ്റിയിട്ട് അവന്റെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചു. ഏദൻ തോട്ടത്തിൽ പണ്ട് ആദ്യം പാപം ചെയ്തപ്പോൾ ഇത് നടന്നല്ലോ, ഓർക്കുന്നില്ലേ പണ്ടത്തെ കാര്യം? പാപം ചെയ്ത് നിൽക്കുമ്പോൾ അത്തിയില ഉണ്ടാക്കി, അത്തിയില ഉണങ്ങി കഴിയുമ്പോൾ 2 ദിവസം കൊണ്ട് ആ ഇല വാടി കരിഞ്ഞു പോകുമ്പോൾ അവരുടെ നഗ്നത വീണ്ടും വെളിപ്പെടും. അതുകൊണ്ട് ദൈവമായ കർത്താവ് ആട്ടിൻ തോല് കൊണ്ട് ആടിന്റെ തോല് ഉരിഞ്ഞിട്ട് ആ തോല് കൊണ്ട് ആദത്തെ ഹവ്വായുടെ നഗ്നത മറച്ചു. കാരണം അവരങ്ങനെ ആയപ്പോൾ അവരുടെ മനസ്സ് സാത്താൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുമ്പോൾ അവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ അത്തിയില കൊണ്ടുണ്ടാക്കിയത് മാറ്റിയിട്ട് നിലനിൽക്കുന്ന തോല് കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം അവരെ ധരിപ്പിച്ചു. ദൈവപിതാവ് കാൽവരിയിൽ യേശുവിന്റെ തോൽ ഉരിഞ്ഞിട്ട്, അത് യേശുവിനെ കൊണ്ട് നമ്മളെ പൊതിഞ്ഞു. സാത്താൻ നമ്മളെ കണ്ട് നമ്മൾ ലജ്ജിക്കാതിരിക്കാൻ, മറ്റുള്ളവർ നിങ്ങളുടെ നഗ്നത കണ്ട് ലജ്ജിക്കുക. വെളിപാട് 3 പറഞ്ഞില്ലേ, മറ്റുള്ളവർ നിങ്ങളുടെ നഗ്നത കണ്ട് ലജ്ജിക്കാതിരിക്കാൻ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ശുഭവസ്ത്രം നൽകാം. യേശു പറയാണ് വെളിപാട് 3. അവൻ തന്നെ നമ്മളെ പൊതിയാണ് അവൻ്റെ ഉള്ളിൽ. വിശുദ്ധ കുർബാനയിലൂടെ കാഴ്ചവെപ്പിന് സമയത്ത് നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും ഈ ഒരു ബോധ്യത്തോടെ നീ സ്വന്തമാക്കിയതാണെന്ന് പറഞ്ഞ് വീണ്ടും വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മൾ ആ വചനങ്ങളുടെ ഉച്ചാരണത്തിലൂടെ എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരവും എല്ലാം അവൻ്റെ ഉള്ളിലാവുകയാണ്. അവൻ നമ്മളെ പൊതിയുകയാണ്.
അവൻ്റെ ഉള്ളിലാവുകയാണ്. പിതാവ് നോക്കുമ്പോൾ നമ്മളെ കാണാനില്ല, നമ്മുടെ പാപം കാണാനില്ല. കാരണം ഇത് അവൻ നമ്മുടെ ഉള്ളിലാണ്. ഈശോ യോഹന്നാൻ 14:20 പറഞ്ഞില്ലേ, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഉള്ളിലും. നിങ്ങൾ അറിയും ഞാൻ നിങ്ങളെ സ്നേഹിച്ച സ്നേഹം. അപ്പോൾ നിങ്ങളും എന്നെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കും. നിത്യതയിൽ എന്നും ആയിരിക്കാനായിട്ട് നമ്മൾ ഇനിമേൽ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നമ്മുടെ ആത്മാവിന് പറ്റിയ സകല കളങ്കങ്ങളെയും മായ്ച്ചുകളെയും, നമ്മുടെ സകല കുറ്റബോധങ്ങളെയും മായ്ച്ച് നിത്യമായ ആനന്ദം. നമ്മുടെ ഉള്ളിൽ ഈ കുറ്റബോധം കൂടെ അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ നിത്യതയിലേക്ക്. അത് നിത്യമായ ആനന്ദമാണ്. നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ മ്ലാനമായി അല്ലെങ്കിൽ കർത്താവ് നമ്മൾ ഓർക്കുന്നുണ്ടോ? കായനോട് പറഞ്ഞില്ലേ, നിന്റെ മുഖം വാടിയിരിക്കുന്നു, നീ ശ്രദ്ധിക്കുക, നീയും സ്വീകാര്യനാവുകയില്ലേ വേണ്ടത് പ്രവർത്തിച്ചാൽ. പ്രിയമുള്ളവരെ, നമ്മുടെ മ്ലാനത എടുത്തു മാറ്റി നമ്മുടെ ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ആ ഒരു വലിയ ദൈവം. നമ്മൾ അടുത്ത ആഴ്ചയിൽ വരാനിരിക്കുന്ന രാജാതിരാജൻ്റെ ആ ഓർമ്മ നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് ന്യൂയോർക്കിന് വേണ്ടി പ്രാർത്ഥന വെച്ച ഓമന അലക്സ് കുടുംബം സങ്കീർത്തനം 16 ആഗോള സഭയിലെ പ്രതിവചനം. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഓഹരി, എൻ്റെ ഷെയർ, എൻ്റെ ഭക്ഷണം, എൻ്റെ ഇതെല്ലാം അവനാണ്. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ രാജാവായ ഹൃദയത്തിൽ പൂജിക്കുവിൻ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രം, എൻ്റെ ഭാഗതയോ അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. കാരണം എന്താ? അവൻ എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത സകല പാപങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞല്ലോ. എൻ്റെ ആനന്ദം അതാണ്. നമ്മൾ വിശ്വസിക്കണം. ഇത് വിശ്വാസത്തിൽ ഇന്നും നമ്മുടെ അയ്യോ അങ്ങനെ പോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി, ശരിയായില്ല, അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. സാത്താൻ നമ്മുടെ ഉള്ളിൽ കയറാനായിട്ടുള്ള, കാരണം ഈശോ പറഞ്ഞില്ല, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് ദുഷ്ടാരൂപി പുറപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മായി കഴിഞ്ഞ ദിവസം എന്തോ വലിയൊരു ചിന്തയുണ്ടായി. പലപ്പോഴും ചിന്തിച്ച വചനമാണ്. അലറിപ്പായുന്ന സിംഹത്തെ പോലെ സാത്താൻ ചുറ്റിത്തിരിഞ്ഞടക്കുന്നു, ആരെ വിഴുങ്ങണമെന്ന്. അപ്പം ഞാൻ ആ ചിന്ത പറഞ്ഞു, അവർ ആരെ വിഴുങ്ങണമെന്ന്. ഇത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം എന്നറിയാം. നമുക്കറിയാം, നമുക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തും അല്ലേ പറയില്ലേ, ആക്രാന്തം അല്ലേ. നല്ല വിശപ്പുണ്ടെങ്കിൽ എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മൾ കഴിക്കും, വിശപ്പ് മാറാൻ വേണ്ടി. സാത്താന്റെ വിശപ്പനെന്നറിയാം, നമ്മളെ വിഴുങ്ങുക എന്നുള്ളതാണ്. അവന്റെ വിശപ്പ്, അവന്റെ ഉള്ളിലുള്ള വൈരാഗ്യവും വാശിയും വൈരാഗ്യവും ഒന്ന് അടങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മാവിനെ വിഴുങ്ങിയേ പറ്റൂ. ഇതറിയണം നമ്മൾ. അതാണ് സിംഹം എന്തിനാ കൊല്ലുന്നത്? തിന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, സിംഹം കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തൊരു ആക്രാന്തമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിട്ടിയും ബഹളവും തീറ്റലും. ഇത് തന്നെയാണ് സാത്താൻ. അതാണ് പത്രോസ്ലിയ പറഞ്ഞത്, പൗലോസും പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആത്മാവിനെ ഒന്ന് വിഴുങ്ങാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് നമ്മുടെ ആത്മാവിനെ തിന്നാലേ അവൻ അടക്കം വരുള്ളൂ. സാത്താനും കൊല്ലാൻ തന്നെയാണ് തീരുമാനം. നമ്മളെ കൊന്ന്, നമ്മുടെ ആത്മാവിനെ കൊന്ന് അവന്റെ ഉള്ളിലാക്കാൻ വേണ്ടി. എന്നാലേ അവനെന്നാലേ സ്വസ്ഥതയുള്ളൂ, അവന്റെ വിശപ്പ് പോകുകയുള്ളൂ. അവൻ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് പറഞ്ഞ, പാമ്പിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. നമ്മൾ അവന്റെ ഉള്ളിൽ ചെന്നാൽ, നമ്മുടെ ആത്മാവിനെ തിന്നാൽ, എത്ര ആത്മാവിനെ കിട്ടിയാലേ അവനൊന്ന് അടങ്ങിയിരിക്കാൻ പറ്റുള്ളൂ. സിംഹമൊക്കെ വല്ലതൊക്കെ തിന്നിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടാണല്ലോ. ഇതുപോലെയാണ് സാത്താനും. ഈ ലോകത്തിലൂടെ ഊഴാൻ അനേകം ആത്മാക്കളെ വിഴുങ്ങിയാലേ അവന് സ്വസ്ഥത കിട്ടുള്ളൂ. മത്തായി 12 ഈശോ പറഞ്ഞു, ഒരു അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുമ്പോൾ വരണ്ട സ്ഥലത്തുകൂടി അലഞ്ഞു നടക്കുന്നു. എന്നിട്ടത് പറയും, ഞാൻ പോകുന്നിടത്തേക്ക് നിന്നെ തിരിച്ചില്ല. അവിടെ വന്നപ്പോൾ അത് ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലാതെ ഉള്ള ശൂന്യമായി കിടന്നത് കൊണ്ട് വേറെ 7 എണ്ണത്തിനെയും കൂടെ കൂട്ടുക. സിംഹം വേട്ടയാടുന്നത് ഒറ്റയ്ക്കല്ലല്ലോ, പലത് കൂടിയാണ്. ഇനി ഇവനെ കീഴടക്കിയിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഈശോ തന്നെ പറഞ്ഞാണ്, വീണ്ടും 7 എണ്ണത്തിനെയും കൂടെ കൊണ്ടുവന്നിട്ട് നമ്മളെ കീഴടക്കുന്നത് വരെ നമ്മളെ ആക്രമിക്കും. പത്രോസിനോട് ഈശോ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റാൻ ഉദ്യമം, ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതെ എനിക്ക് കൊണ്ട്. ഒരുപാട് അത് സാത്താന് നമ്മളോട് വൈരാഗ്യമൊന്നും അല്ല, നമ്മളെ തിന്നാലേ അവന് സ്വസ്ഥത കിട്ടുള്ളൂ. ഒരു ആത്മാവിനെ അല്ലെ ആത്മാക്കളെ കീഴടക്കിയാലേ സാത്താന് സ്വസ്ഥത കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു
കരുണയില്ല. സാത്താൻ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ അവൻ്റെ മുമ്പ് ചെന്ന് പെട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവൻ നമ്മളെ തീർത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ആദത്തോട് അവൻ ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയേക്കരുതേ. അതുകൊണ്ട് അവൻ നമ്മളോട് പറയാണ്, മക്കളെ, നിങ്ങൾ പാപത്തിന്റെ കണ്ണുകളുമായി നിങ്ങൾ പാപത്തിലേക്ക് നോക്കരുതേ. നിങ്ങൾ ഇന്റർനെറ്റ് തുറക്കുമ്പോൾ, ടെലിവിഷൻ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് ആകർഷമായി സാത്താൻ നിങ്ങളെ ആകർഷിക്കാൻ വെച്ചിരിക്കുന്ന കെണിയാണത്. നിങ്ങളെ അവൻ വിഴുങ്ങും. അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. നമ്മൾ ഈ ക്രിസ്തുരാജന്റെ തിരുനാൾ ഓർക്കുമ്പോൾ അവന് വേണ്ടി വിശുദ്ധി നിൽക്കാൻ പ്രിയമുള്ളവരെയും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ആത്മീയ സാന്നിധ്യത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനെൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടെ തന്നെ പാതാളത്തിൽ തള്ളുകയില്ല. നരകത്തിലേക്ക് പോകുന്ന പേടിയൊന്നും വേണ്ട. വിശുദ്ധി ജീവിച്ചാൽ മതി. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കില്ല. അങ്ങനെക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ഒന്നാമത്തെ വായന ഇന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു ഒന്നാമത്തെ വായന. അവിടെ ദാനിയേൽ പറയുകയാണ്, അക്കാലത്ത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച്, അക്കാലത്ത് തന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേക്കും. ജനദുരൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചില്ലാത്ത കഷ്ടതകളൊന്നും ഉണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാം. അല്ലേ ഈശോ, നിങ്ങളുടെ പേരുകൾ ലൂക്കാ 10:19 നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലൂക്കാ 10 ഈശോ പറഞ്ഞു. നമ്മളാണ് സഭയിൽ അന്ന് ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. അവൻ രണ്ടാമത്തെ വരവിൽ കാഹളധ്വനി മുഴങ്ങുമ്പോൾ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിദ്രയ്ക്കും നിത്യമായ നാശത്തിനായും. ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. നിത്യതയില് ഒരു സ്റ്റാറായി ഈ ഭൂമിയിൽ നമ്മൾ അല്ലേ, സ്റ്റാർ, സിനിമ സ്റ്റാർ, ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാർ എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ദൈവത്തോട് ഇരിക്കുമ്പോൾ നിത്യതയിൽ ഒരു സ്റ്റാറായിട്ട് നമുക്ക് നമ്മുടെ യേശു 2 ശിഷ്യന്മാർ ഞങ്ങളെ നിന്റെ ഇടത്തും വരത്തിരുത്തണമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നമ്മൾ നിത്യതയിൽ ഒരു സ്റ്റാറായി തീരേണ്ടവരാണ്. ദൈവദൂതന്മാർ നമ്മളെ ബഹുമാനിക്കുന്നവരായി മാറേണ്ടവരാണ്. ദൈവപിതാവിൻ്റെ മക്കളായി സ്നേഹത്തിലായിരിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം എല്ലാ അധികാരവും യേശു മത്തായി 28 പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെ ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാനോ നിങ്ങളോടുകൂടി എന്നും ഉണ്ടായിരിക്കും ലോകാവസാനം വരെയും. ഈശോയുടെ ആ ഓർമ്മ, അവൻ്റെ വാനമേഘങ്ങൾ രണ്ടാമത് വരുന്നതിന് മുമ്പ് നമ്മളെ ഓർക്കണം. ഞാൻ പറഞ്ഞത് മറക്കരുത്, നമ്മളിപ്പോൾ നമ്മളുടേതല്ല, ക്രിസ്തുവിൻ്റെതാണ്. അവ നമ്മളെ സ്വന്തമാക്കിയതാണ്. അതിനാൽ എബ്രായ ലേഖനം പറയുന്നുണ്ട്, അവൻ ഒരിക്കൽ പാപപരിഹാരത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ കുഞ്ഞാടായി തീർന്നു. അന്ന് പഴയ യഹൂദരുടെ ബലി പോലെ ഒരു കുഞ്ഞാടിനെ, അതിന് പറഞ്ഞ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കാണിച്ചു തന്നു. നമ്മൾ അവനെ കാണണം. അതായത് യേശുവ പറഞ്ഞതുപോലെ നമ്മുടെ പാപത്തിനു വേണ്ടി ദൈവം ഏക ബലിയായി. പണ്ടൊക്കെ അനേക ആടുകളെയും കാളകളെയും കൊണ്ട് ബലി അർപ്പിച്ചിരുന്നെങ്കിൽ ഇനി ഒരൊറ്റ ബലി മതി. യേശു ക്രിസ്തുവിന്റെ നമുക്ക് വേണ്ടിയുള്ള പൂർണ്ണമായ ബലി അവനത് ചെയ്തു കഴിഞ്ഞു. 2000 വർഷം മുമ്പേ ചെയ്തു കഴിഞ്ഞതാണ്. ആ ബലിയുടെ ആവർത്തനമല്ല, അത് തന്നെയാണ്, ആ ബലി തന്നെയാണ്, അല്ലെങ്കിൽ വേറൊരു ബലിയല്ല. നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവനെന്ന് പറയുമ്പോൾ അവനെ നമ്മൾ ചുമ്മാ ഒരു ചടങ്ങ് പോലെയല്ല. ഇത് യേശു എന്താണ് ചെയ്തത്? അത് വചനപ്രകാരം, വചനമാണ്, വചനത്തിൽ ജീവനുണ്ട്. ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിരുന്നു. സമയക്കുറവിലേക്ക് ഞാൻ പോകുന്നില്ല. സാത്താന് നല്ല വിവരമുണ്ട്. സാത്താൻ പറയും അല്ലേ, ഈ വിശുദ്ധ കുർബാന, കാരണം ഇന്ന് ബ്ലാക്ക് മാസിംഗ് നടത്തുമ്പോൾ സാത്താനെ ആരാധിക്കുന്നവർ വിശുദ്ധ കുർബാന അർപ്പിച്ച വിശുദ്ധ കുർബാന, കോൺസെക്രേറ്റ് ചെയ്ത വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോയി. കാരണം ഇത് കർത്താവിന്റെ പേഴ്സണാണ്, കർത്താവിന്റെ പേഴ്സണാലിറ്റിയാണ് ഭൂമിയിലെ ഇന്ന് വിശുദ്ധ കുർബാന. യേശുവിനെ പീഡിപ്പിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയെ പീഡിപ്പിച്ചാൽ മതി എന്ന് അവർക്ക് ബോധ്യം, സാത്താൻ അറിയാം. അതുകൊണ്ടാണ് ഇതങ്ങ് നടക്കുന്നത് പ്രിയമുള്ളവര്. പക്ഷെ ഒരു കാര്യം, യേശുവിന് അതുകൊണ്ടൊന്നും കുറവ് വരാൻ പോകുന്നില്ല. അവിടെ നോക്കണം, എല്ലാ അധികാരമുള്ളവനാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടിയൊക്കെ. ഈ ബ്ലാക്ക് മാസ് അർപ്പിക്കുന്നവർക്ക് അവർക്കറിയില്ല സാത്താൻ അവരെ വിഴുങ്ങും. സാത്താൻ ഉപയോഗിക്കുക അനേകരെ വിഴുങ്ങാനായിട്ട്, പക്ഷെ അവസാനം അവരെയും വിഴുങ്ങും.
പാപം ചെയ്യുന്നവരെ വിഴുങ്ങും, അത് തീർച്ചയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ബ്ലാക്ക് മാസ് അർപ്പിക്കുന്നവരൊക്കെ ദൈവമേ, അറിവില്ലായ്മയിലൂടെ അവർ യേശു ഇതെല്ലാം സഹിച്ചതാണ് കാൽവരിയിൽ. അവൻ സഹിക്കാത്ത വേറൊരു സഹനമില്ല. ഇന്ന് നമുക്കും സഹനമുണ്ടെങ്കിൽ അവൻ്റെ സഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ സഹനങ്ങൾ, പ്രിയമുള്ളവരെ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അവനെ അറിയാനുള്ള യോഗ്യത ലഭിക്കാൻ വേണ്ടിയിട്ട്. അത് അവൻ വീണ്ടും വരും. പലപ്പോഴും ഇതാണ് എബ്രായർ ലേഖനം, അല്ല പത്രോസിലെ ഞാൻ വചനങ്ങൾ നിർത്തുകയാണ്. ഇനി നമുക്ക് ഈ ഭൂമിയിൽ പീഡകളുണ്ട്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ 1 പത്രോസ് 3-ാമത്തെ അധ്യായം 15 ഈ ലോകത്തിലുള്ള സഹനമൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യാശയെപ്പറ്റി വിശദീകരണം മറ്റുള്ളവർ നമ്മൾ പറയുമ്പോൾ പറയണം. ഇത് നല്ലൊരു നമുക്ക് പറയാനുള്ള വിശ്വാസം. യേശു എൻ്റെ സകല പാപങ്ങളെയും നമുക്ക് പറയണം. യേശു എൻ്റെ സകല പാപങ്ങളെയും കാൽവരി കുരിശിൽ ഏറ്റെടുത്തത് മായ്ച്ചു കളഞ്ഞ ഞാനിപ്പോൾ സ്വതന്ത്രമാണ് എന്ന് പറയാനുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതാണ് വിശ്വാസം, വേറൊന്നുമല്ല. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ സാത്താൻ മാറി നിൽക്കുകയുള്ളൂ എന്നാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ അവനെ പൂജിക്കണം. എല്ലാത്തിലും ഉപരിയായിട്ട് പരിശുദ്ധ പരമാ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക്, രാജാതിരാജനായ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുവാനുള്ളവര്, അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ നമ്മൾ, അവനെ പോലെ രൂപാന്തരപ്പെടാനുള്ളവരായ നമ്മള്, നമ്മളെ സ്വന്തമാക്കി നമ്മളെ വിശുദ്ധരാക്കിയതാണ്. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധി നമ്മൾ കാത്തു പരിപാലിക്കണം. പാപം ചെയ്യരുത്, ഇനിമേ പാപം ചെയ്യരുത്. അവൻ തന്നെ വിശുദ്ധ വസ്ത്രം, വെണ്മ വസ്ത്രം മലിനമാക്കരുതേ. അത് വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം. ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.